ബസ്, ട്രെയിന്, ഓട്ടോ, മറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് ഒരാൾ മിസ്ബിഹേവ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഫസ്റ്റ് തന്നെ നമുക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ ഒരാൾ ടച്ച് ചെയ്യാണ്. ചിലപ്പോൾ ബസ്സിലൊക്കെ ആൾക്കാർ ചിലപ്പോൾ 2 ബാഗും കൊണ്ടൊക്കെ ആയിരിക്കും. അപ്പൊ ബ്രേക്ക് ചവിട്ടുമ്പോഴൊക്കെ നമ്മുടെ അടുത്ത് അവർ അറിയാതെ ഒക്കെ സ്പർശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്പർശിക്കുകയാണെന്നുണ്ടെങ്കിൽ, അറിയാതെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ഇൻഫോം ചെയ്യണം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വായ തുറന്ന് പറയുക. നോ, ഇത് എനിക്കൊരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വായ തുറന്ന് പറയുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ, നമുക്ക് ചിലപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളൊന്നും അവർക്ക് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക്, ചിലപ്പോൾ ബാക്കിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഇത്തരത്തിൽ ഇൻസിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് വായ തുറന്നിട്ട് നോ എന്നുള്ള കാര്യം, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള കാര്യം ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ്. ഉടനെ തന്നെ നമ്മുടെ ബസ് ഡ്രൈവർ, കണ്ടക്ടർ അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവർ എവിടുന്നാണ് മിസ്ബിഹേവ് ഉണ്ടാവുന്നത് എന്നുള്ള എടുത്തുന്ന ഉള്ള ഒതന്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ അത് ഇൻഫോം ചെയ്യുക. അതുകൊണ്ട് ഒരു തെറ്റില്ല. അതേപോലെ തന്നെ എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോസ്, കാര്യങ്ങൾക്ക് ഒന്നും തെറ്റില്ല. അത് വെറും ഒരു റീലിന്റെ സ്ക്രിപ്റ്റ് ആയിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ട്രോളുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങൾക്കോ തെറ്റില്ല. അതൊരു ക്രൈം തന്നെയാണ്. ഒരാളെ ഇഷ്ടമല്ലാതെ സ്പർശിക്കുക എന്നുള്ളത് ക്രൈം തന്നെയാണ്. അതിന് റിയാക്ട് ചെയ്യാൻ ആരും പേടിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നമുക്ക് വുമൻസ് ഹെൽപ്പ് ലൈൻ നമ്പർ ആയിട്ടുള്ള 112, അതേപോലെ 1091 എന്നീ നമ്പറുകളിൽ ആവശ്യമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതൊന്നും നമ്മൾ കോൺടാക്ട് ചെയ്യുന്നൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. ഒരു സ്ത്രീയും ഇതൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് തെറ്റിദ്ധരിക്കരുത്. നമ്മളുടെ മൗനം ഇപ്പോ ഒരു കുറ്റവാളിക്ക് കൂടുതൽ പ്രോത്സാഹനം നേടുകയും അതൊരു വലിയ കുറ്റമായിട്ട് പിന്നീട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവുകയും ചെയ്യും. അപ്പൊ ഓൺ ദ സ്പോട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ, ബോയ്സ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ സിസ്റ്റേഴ്സിന് കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സ്ത്രീകൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ശബ്ദം ഉയർത്താം. മൗനം ഒരു കാര്യത്തിലും പരിഹാരമല്ല, പ്രതികരണമാണ് വേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ബൈ.